മലപ്പുറം കൂട്ടിലങ്ങാടി മുതൽ അങ്ങാടിപ്പുറം ജൂബിലി വരെ നാഷണൽ ഹൈവേയിലെ കുഴികളടയ്ക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി മഞ്ഞളാംകുഴി എംഎൽഎ കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NH സെഷൻ ഓഫീസ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. മങ്കട മണ്ഡലത്തിലെ ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴ മാറി നിന്നിട്ടും കുഴികളടയ്ക്കാൻ അധികൃതർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്. ഒടുവിൽ ഓഗസ്റ്റ് 13-ന് കുഴികളടയ്ക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഞങ്ങളെ മങ്കട മണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ എപ്പോഴാണ് വരിക? ഇത് മറ്റന്നാൾ തുടങ്ങാൻ നിങ്ങൾ ആരും ഉറപ്പ് പറഞ്ഞ? ഈ കോൺട്രാക്ടർ പല പ്രാവശ്യം നിങ്ങളോട് ഉറപ്പ് പറഞ്ഞതല്ലേ? ഞാൻ തന്നെ നിങ്ങളോട് 4 പ്രാവശ്യം ഞാൻ സംസാരിച്ചു ഇല്ലേ? 4 പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങള് പിന്നെ അയാളോട് സംസാരിക്കും, അയാൾ തുടങ്ങാന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്ന മെറ്റീരിയൽ എല്ലാം നിങ്ങളെ AXCയുടെ ഓഫീസിൽ പെരിന്തൽമണ്ണ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നും അവരൊന്നും താല്പര്യം എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കൽപ്പിച്ചൂട്ടി എല്ലാ മണ്ഡലത്തിലും ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിർത്താൻ വേണ്ടി രാഷ്ട്രീയപരമായി പകപോക്കുന്നതാണെന്നാണ് ഞങ്ങളെ ആൾക്കാരൊക്കെ പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. പക്ഷേ ഇതിങ്ങനെ വെച്ച് പോയാൽ നടക്കില്ല. നിങ്ങൾ വരാതെ ഇവിടുന്ന് പോകുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരെ നമുക്ക് പ്രവൃത്തി ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് MLA പറഞ്ഞു. അങ്ങാടിപ്പുറം മുതൽ കാലക്കോട് 53 വരെയുള്ള റോഡ് NH വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. ധാരാളം കുറിച്ചുകൂടിയുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണത് അടക്കണമെന്ന് ആവശ്യപ്പെട്ട് പല പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ്, ഈയോട് സംസാരിച്ചതാണ്. ഒരു താല്പര്യമില്ലാതെ അതിങ്ങനെ നീട്ടി അടിയന്തരമായിട്ട് നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ അത് നിർബന്ധപൂർവ്വം പെട്ടെന്ന് തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ ഉപയോഗിച്ചിട്ടത്. അതേവിടെ ഓഫീസിലില്ല. അതേവിടെ വന്ന് വർക്ക് തുടങ്ങാതെ ഞങ്ങൾ ആരും കൊണ്ട് അറിയിപ്പോകുന്നില്ല. ഞങ്ങളുടെ കൂടെയുള്ളത് മുഴുവനും ഞങ്ങൾ ജനപ്രതിനിധികളാണ്. മങ്കട മണ്ഡലത്തിലുള്ള പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അതിന്റെ നേതാക്കന്മാരും പിന്നെ മറ്റുള്ള നമ്മുടെ പിന്നെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരൊക്കെയാണ് ഉള്ളത്. അത് തീർക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അല്ലെങ്കിൽ പണി ആരംഭിക്കണം, അതല്ലാതെ ഉറപ്പിന്റെ പ്രശ്നമില്ലല്ലോ. ഉറപ്പിന്റെ ഉറപ്പായിട്ട് കുറെ പ്രാവശ്യം തന്നതാണ്. പല പ്രാവശ്യം ഇപ്പൊ തുടങ്ങും, നാളെ തുടങ്ങുമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആശുപത്രിയിൽ കുറെ കുട്ടികൾ കിടക്കുന്നുണ്ട്. അവരൊക്കെ ഒരു അവസ്ഥ കാണും. മോട്ടോർ സൈക്കിളിൽ കുഴിയിൽ പോകും. അപ്പൊ അതുകൊണ്ട് ഇനി അത് ആരംഭിക്കാതെ ഞങ്ങളോട് പോകുന്ന ആസ്പത്രിയിൽ ധാരാളം ആൾക്കാർ. അത് കൂടാതെ അങ്ങാടിപ്പുറം പാലത്തിന്റെ മുകളിലുള്ള കുണ്ടും കുഴികൊണ്ടും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പിന്നെ തിരക്കുള്ളൊരു സ്ഥലം നല്ല രീതിയിലേക്ക് അത് വന്നു. നിങ്ങൾ ആരും അത് കൽപ്പിച്ചുകൂട്ടി മാറ്റി വെക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി ഒരു തുള്ളി മഴ പോലും അവിടെ എവിടെയും പെയ്തിട്ടില്ല. കോൺട്രാക്ടർക്ക് നിങ്ങളിത് കൊടുക്കുന്നതല്ലാതെ നിങ്ങളിത് അവരോടൊന്ന് വിളിച്ചൊന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടില്ല. ഞാൻ ഏകദേശം നിങ്ങളെ ഈ ഇനത്തിന് 4-5 പ്രാവശ്യം ഈ 10 ദിവസത്തിനിടയിൽ വിളിച്ചു. AXCയെ വിളിക്കുന്നു, AE വിളിക്കുന്നു, പലരും വിളിക്കുന്നു. ഇവരാരും കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്തു തരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കൽപ്പിച്ചു കുട്ടിയാതെ കുഴി അടക്കാതെ പ്രശ്നം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അത് ശരിയല്ല. നിങ്ങളതിനൊരു പരിഹാരം കാണാതെ വരാതെ കോൺട്രാക്ടറോടെ വന്ന് പണി തുടങ്ങാതെ ഞങ്ങൾ ഇവിടെ പോകുന്നത്. മങ്കട മണ്ഡലത്തിലെ പഞ്ചായത്ത് അധ്യക്ഷർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് MLAയോടൊപ്പം സമരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.